നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മഴയൊന്ന് കൂട്ടിപ്പിടിച്ചാൽ മലയാളികളുടെ മനസ്സിൽ തീയാണ്. വേറെ ഒന്നിനെയും കുറിച്ചല്ല, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ, പൊട്ടിയാൽ എത്ര നേരം കൊണ്ട് വെള്ളം കയറി മരിക്കുമെന്നൊക്കെ ഓർത്ത് സുർക്കി മിശ്രിതവും അത്യാവശ്യം പൊടിക്കൈകളും ചേർത്ത ബ്രിട്ടീഷ് ഗവൺമെന്റ് പണിത ചരിത്ര പ്രസിദ്ധവും എന്നാൽ ഇപ്പോ പൊട്ടുമെന്ന നിലയിൽ നിൽക്കുന്നതുമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം പുതുക്കി മുല്ലപ്പെരിയാറിൽ തന്നെ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് നിയമസഭയിൽ സർക്കാരിന്റെ പുതിയ നയപ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പുതിയ ഡാം നിർമ്മിക്കുക എന്നത് മുല്ലപ്പെരിയാറിൽ ഏക പരിഹാര മാർഗമാണെന്നും തമിഴ്നാടുമായി രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വത്തിന് രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും സമീപകാല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിലവിലെ അണക്കെട്ടിന്റെ അടിവാരത്ത് തന്നെ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഏക പരിഹാരം എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഡാമിന്റെ മുൻഭാഗവും പിൻഭാഗവും അൺകോഴ്സ്ഡ് റബിൾ മേസൺറി ഇൻ ലൈം മോട്ടോറുകളും കേന്ദ്രഭാഗം ലൈം സുർക്കി കോൺക്രീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. 2018-2021 മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ അത്യധികം ക്രമരഹിതമായ മഴ സൃഷ്ടിച്ച വിനാശകരമായ വെള്ളപ്പൊക്കവും അടിവാര പ്രദേശത്ത് താമസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് ഏക പരിഹാരം. കേരളത്തിന്റെ ഈ അഭിപ്രായം എല്ലാ ബന്ധപ്പെട്ട ഫോറങ്ങളിലേക്കും ഉയർത്തിയിട്ടുള്ളതും തമിഴ്നാടുമായിട്ട് ഒരു രമ്യമായ പരിഹാര മാർഗത്തിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതുമാണ്. കഴിഞ്ഞ വർഷമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ ലോകത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാർ ആണെന്ന് പറഞ്ഞത്. നദികളുടെ നിലനിൽപ്പും നദീതട സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്റർനാഷണൽ റിവേഴ്സ് ആയിരുന്നു ആ പഠനം നടത്തിയത്. ഈ പഠനം ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആശങ്ക ഉളവാക്കുന്ന വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിന് മേൽ പേരെടുത്ത് പറഞ്ഞത് അപകട സാധ്യത സൂചിപ്പിച്ച ഏക അണക്കെട്ട് മുല്ലപ്പെരിയാർ ആണെന്നാണ്. ഏകദേശം 11,300 ആളുകൾ മരണപ്പെടുകയും 16,000-ലേറെ പേരെ കാണാതാവുകയും ചെയ്ത ദുരന്തമാണ് ലിബിയയിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ വാദി ഡെർണ അണക്കെട്ടുകൾ 1970-ൽ നിർമ്മിച്ചവയാണ്. ലോകത്തിലെ പല അണക്കെട്ടുകളുടെയും പോലെ തന്നെ ലിബിയയിലെയും ആയുസ് അവസാനിച്ച ഘട്ടത്തിലായിരുന്നു തകർന്നടിഞ്ഞതും. കൊടിയ ദുരന്തമായി മാറിയതും അങ്ങനെയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്തായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഗുരുതര അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിലുണ്ട്. സുർക്കിയേക്കാൾ 6 ഇരട്ടി ശക്തിയാണ് ഇന്നത്തെ ഡാമുകൾക്ക് ഉപയോഗിക്കുന്ന സിമന്റുകൾക്കെന്നാണ് വിദഗ്ധർ പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം ശില്പിയായ പെനിക്കിക് പോലും ഡാമിന് നൽകിയ ശരാശരി ആയുസ് 50 വർഷം മാത്രമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിക്കപ്പെട്ട 28,000 വലിയ അണക്കെട്ടുകൾ കാലഹരണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡാം ദുരന്തമായി മാറിയാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യയെയും ചൈനയെയും ആയിരിക്കും. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ നിന്നുമുള്ള അപകട സാധ്യതകൾ പറയുന്നതിനേക്കാൾ അതീവ ഗൗരവമുള്ളതാണ്. സാധാരണ ഇത്തരം മുന്നറിയിപ്പുകളോ ആശങ്കകളോ ഉയർന്നു വരുമ്പോൾ ഡാം അറ്റകുറ്റപ്പണി നടത്തുക, നീരൊഴുക്ക് നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് സ്ഥിരമായി കൈക്കൊള്ളുന്ന നടപടികൾ. 1961-ലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നത്. ഭയപ്പെടുത്തുവാനല്ല, ജാഗ്രത പുലർത്തി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാനാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അധികാരികൾ നടപടിയെടുക്കേണ്ടത്. ജനതയുടെ ജീവൻ വെച്ചുള്ള പരീക്ഷണത്തിന് മുതിരാതെ ഡാമിനെ അപകടാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള പ്രവർത്തികൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സർക്കാരുകൾ കൈക്കൊള്ളണം. ലിബിയയിലെ ദാരുണമായ അണക്കെട്ട് ദുരന്തം ലോകമെമ്പാടുമുള്ള മറ്റ് അണക്കെട്ടുകൾക്കുള്ള മുന്നറിയിപ്പ് സൈറൻ കൂടിയാണ്. അഥവാ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ ലിബിയയിൽ ഉണ്ടായ മരണത്തെക്കാൾ 3 ഇരട്ടി മരണമായിരിക്കും കേരളത്തിലുണ്ടാവുക. പുതിയ സർക്കാർ നയപ്രഖ്യാപനം ആശ്വാസമാണെങ്കിലും അത് നടപ്പിലാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം.